ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ടോം ജോസ് IAS അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം കൂടുതൽ കർത്തവ്യനിരതനാകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലക്കാലമായി കൂടുതൽ അടുത്തറിയുന്നുണ്ട് ശ്രീ ടോം ജോസിനെ മലയാളികൾ. 36 വർഷമായി IASൽ അദ്ദേഹം പല പദവികളിലായി ജോലി ചെയ്ത് ആണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്നത്. ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് ശ്രീ ടോം ജോസ് ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അങ്ങ് പല രീതിയിലുള്ള വാക്കുകൾ ഈ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തത് ശ്രദ്ധയിലുണ്ട്. മുച്ചോസ് ഗ്രേഷ്യാസ്, അതുപോലെ ഹസ്ത മനാന എന്നൊക്കെയുള്ള വാക്കുകൾ സ്പാനിഷ് വാക്കുകളാണെന്ന് തോന്നുന്നു. അതായത് ഒരു വിട്ടുപിരിഞ്ഞ് പോകുന്നു എന്നുള്ള പറച്ചിലൊന്നും അതിനകത്തില്ല. വീണ്ടും കാണാം എന്നുള്ള പറച്ചിലാണ് ഇതിനകത്തുള്ളത്. എന്താണ് അപ്പോൾ എന്തോ കരുതി കുറേ കാത്തിരുന്നത് പോലെ ഒരു റിട്ടയർമെൻ്റ് ആണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമല്ല, ബിക്കോസ് എവറിബഡി ഹാസ് ടു റിട്ടയർ. എല്ലാവർക്കും റിട്ടയർ ചെയ്യണമല്ലോ. അപ്പം അതൊരു ഫാക്ട് ഓഫ് ലൈഫാണ്. നമ്മളൊരു പർട്ടിക്കുലർ ജോബിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുച്ചോസ് ഗ്രാസിയസ് എന്നുള്ളത് ആ പദപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാനിഷിൽ താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്ന ഒരു ടേമാണ്. അതുപോലെ ഹസ്തമന്യാന എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ് അൻറ്റിൽ ടുമോറോ. അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1980s ആബ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സ്വീഡിഷ് ഗ്രൂപ്പ്. അവരുടെ ഒരു ഫേമസ് സോങ്ങാണ് ഹസ്തമന്യാന. ഇറ്റ് മീൻസ് ഐ എം നോട്ട് സേയിങ് ഗുഡ് ബൈ, ഐ എം സേയിങ് ദാറ്റ് അൻറ്റിൽ ഐ സീ യു ടുമോറോ. സോ ഗുഡ് ബൈ എന്ന് സ്പാനിഷിൽ പറയുന്നത് ആഡിയോസ് എന്നാണ്. പക്ഷേ ഹസ്തമന്യാന എന്ന് പറയുന്നത് ഗുഡ് ബൈ അല്ല, പക്ഷേ എന്നാൽ ഒരു ഷോർട്ട് ഗുഡ് ബൈ. പക്ഷേ ഗുഡ് ബൈ പറയാൻ ആഗ്രഹമില്ലാത്ത ശ്രീ ടോം ജോസ് അപ്പോൾ എന്തോ ഇനി അങ്ങോട്ട് മുന്നോട്ട് കാണാൻ വെച്ചിരിക്കുന്നു. അതുപോലെ ആദ്യം പറഞ്ഞ മുച്ചോസ് ഗ്രേഷ്യസ് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞത് വെറുതെ വിട്ടതിന് താങ്ക് യു വെരി മച്ച് എന്നാണോ? വലിയ 36 വർഷക്കാലം ഈ ഉദ്യോഗസ്ഥനായിരിക്കുക, ഏറ്റവും അവസാനം ഉദ്യോഗസ്ഥ പ്രമുഖനായി, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉദ്യോഗസ്ഥ പ്രമുഖനായി ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് ആഗ്രഹിക്കും പലരും, പക്ഷെ പലപ്പോഴും നടക്കാറില്ല. അതിൻ്റെ താങ്ക് യു ആണോ? Well, you could interpret it either way, എങ്ങനെയാണെന്നുണ്ടെങ്കിലും. ബട്ട് ഐ ബിലീവ് ഇൻ ലോങ് ടൈം റിലേഷൻഷിപ്സ്. നമ്മൾ 36 ഇയേഴ്സായിട്ട് ഗവൺമെൻറ്റിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, ഗവൺമെൻറ് അല്ല ഏത് സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എ സഡൻ യു കനോട്ട് കട്ട് ലൂസ് ആൻഡ് ഗോ എവേ. സോ ദിസ് ഈസ് എ പ്രോസസ്സ്. അത് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് പേര് അങ്ങയോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പേ ജോലിക്ക് കയറിയവരോ അതിനുശേഷം വന്നവരോ ഒക്കെ ഇതേ പദവിക്ക് തുല്യമായിട്ടുള്ള രീതിയിലൊക്കെ ഇരുന്നിട്ട് അവരൊക്കെ ഇതുപോലെ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിച്ചവരും അങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് കരുതി പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ എഴുതി പ്രകീർത്തിച്ചവരൊക്കെ ഉണ്ട്. അവരെ കടത്തി വെട്ടി അങ്ങ് ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ ചർച്ചാ വിഷയത്തിന് കാരണം. I don't know what to say on that. I meant it as ഒരു kind of a farewell, a soft farewell, and I also believe that നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ഓരോരോ സാഹചര്യങ്ങളിലായിട്ടും ഓരോരോ കാര്യങ്ങളിലായിട്ടും കാണുകയും ചെയ്യും. സോ എ റിലേഷൻഷിപ്പ് വൺസ് ഇറ്റ് ഫോംസ് ഇറ്റ് കണ്ടിന്യൂസ്. സോ ആ ഒരു രീതിയിലാണ്. ശരി, ഞാൻ ഇനി കൂടുതൽ അതിനകത്ത് കിടന്ന് മുന്നോട്ട് പോകുന്നില്ല. IASൽ 36 വർഷം എന്ന് പറയുന്നത് വളരെ അപൂർവം ആകാം, ഒരു ചെറിയ കാലയളവൊന്നുമല്ല, ജീവിതത്തിൻ്റെ വലിയ ഒരു കാലയളവാണ് ആ 36 വർഷം. എങ്ങനെ കാണുന്നു? യന്ത്രങ്ങളായി മാറുന്ന ഒരവസ്ഥയാണ് മലയാറ്റൂരൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു ജീവിതം കഴിഞ്ഞു വരുമ്പോൾ യന്ത്രമാണോ ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രീ ടോം ജോസ്? Well, that's up to you to make a judgment on that. ഞാൻ മലയാറ്റൂരിൻ്റെ യന്ത്രം എന്നുള്ള പുസ്തകം സർവീസിൽ കയറിയപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു പരിധിവരെ ശരിയാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒരു ചാർലി ചാപ്ലിൻ മൂവിയിൽ കാണുന്ന പോലെ നമ്മൾ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഹ്യൂമൻ എലമെൻ്റ് ഇല്ലാതെ ആക്ച്വലി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പല ഓഫീസേഴ്സും മാറിപ്പോകുന്നൊരവസരം ഉണ്ടാകുന്നുണ്ട്. അത് വരാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി റീഇൻവെൻറ്റ് അവർ സെൽസ്. നമ്മുടെ റോൾസ് എന്തൊക്കെയാണ്,
ആ ടിപ്പിക്കലായിട്ട് ഒരു ഗവൺമെൻറ് സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനുള്ളിൽ നിന്നുകൊണ്ട് ഏത് രീതിയിൽ ഇന്നോവേറ്റീവായിട്ടുള്ള വേയ്സ്, മീൻസ് കൂടുതലായിട്ടുള്ള പബ്ലിക് സർവീസിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് ബെറ്റർ ആകുന്ന രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റീഇൻവെൻഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ യന്ത്രം എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട് സാധിക്കും. യന്ത്രം അല്ലെങ്കിൽ ഒരു മെഷീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോർമലായിട്ടുള്ള സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് മെഷീൻസ് ഡു നോട്ട് ഹാവ് കോൺഷ്യസ്നെസ്. ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം വലിയ ഡിബേറ്റ് നടക്കുകയാണ്. ശാസ്ത്രലോകത്തിൽ പറയുന്നുണ്ട് യന്ത്രങ്ങൾക്കും കോൺഷ്യസ്നെസ് വരുന്ന ഒരു സമയമുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന സമയമാണ്. അതെ. അപ്പം നോർമലി നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു മെഷീനിലേക്ക് രീതിയിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഓൾസോ നീഡ് ടു ഹാവ് ദാറ്റ് ഹ്യൂമൻ വാല്യൂസ്. അത് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയും നമ്മളെ തന്നെ റീഇൻവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്നുള്ള ആ യാന്ത്രികമായിട്ടുള്ള രീതിയിലേക്ക് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ശ്രീ ടോം ജോസ്, അങ്ങേക്ക് അറിയാം 36 വർഷമൊക്കെ ഒരു ഇന്ത്യൻ ഭരണ സർവീസിൽ പല തലങ്ങളിൽ വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം യന്ത്രമായി പോകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അങ്ങ് ഭാഗ്യവശാൽ യന്ത്രമാകാതെ അങ്ങ് മനസ്സിൽ കരുതിയ ആ മൂല്യങ്ങളൊക്കെ കൊണ്ട് എത്തി എന്ന് കരുതപ്പെടുന്നു. അങ്ങ് സ്വയം അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു, ആ മൂല്യങ്ങളുള്ള മനുഷ്യനായിട്ട്. നോട്ടത്തിൽ അങ്ങ് ചോദിച്ചു മറ്റുള്ളവരാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒറ്റ നോട്ടത്തിൽ അങ്ങ് ഒരു യന്ത്രത്തെ പോലെ ഇല്ല. അങ്ങനെയൊരു ഒരു ഗ്ലാമറുണ്ട്. ഒരു രണ്ടാം ഭാഗത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഗ്ലാമറുണ്ട്. താങ്ക് യു. അതെനിക്ക് ആ രണ്ടാം ഭാഗത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നാണ് മറ്റു പല ചോദ്യങ്ങളും വരുന്നത്. ഈ രണ്ടാം ഭാഗം എന്തായിരിക്കും? ഒന്നാം ഭാഗത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരുന്നു. ഈ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സിനിമയിൽ അങ്ങേക്ക് വേണമെങ്കിൽ പറ്റുന്ന രീതിയിൽ ഗ്ലാമറസ് ആയ ഒരു മുഖം അങ്ങേക്കുണ്ട്. വേണമെങ്കിൽ അങ്ങേക്ക് പല രീതിയിൽ പരീക്ഷണങ്ങൾ നടത്താം. വേണമെങ്കിൽ ഉദ്യോഗസ്ഥ പ്രമുഖൻ്റെ നിയമപരമായ കെട്ടുപാടുകളില്ലാതെ കൂടുതൽ സേവനം അനുഷ്ഠിക്കാൻ മറ്റു രീതികളിലേക്ക് പോകാം. എന്താണ് മനസ്സിൽ ശരിക്കും ചെയ്തു തീരാത്ത പലതും തീർക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഐ ബീൻ ആസ്കിങ് മൈ സെൽഫ്. കാരണം നമ്മളൊരു 36 വർഷം സർവീസിൽ വരുമ്പോഴത്തേക്കും ആൻഡ് വെൻ യു മൂവ് ഔട്ട് ഓഫ് ദ സർവീസ് നമ്മളെല്ലാം ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനും ഒരു റിഫ്ലക്ഷനും ഈ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഐ എം ഓൾസോ ഗോയിങ് ത്രൂ ദാറ്റ് പ്രോസസ്സ്. നൗ വീണ്ടും അടുത്തതിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനൊരു ക്ലിയർ കട്ടായിട്ട് ഒരു സ്ട്രാറ്റജി ഒന്നും അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല. ഐ തോട്ട് ഐ വിൽ ടേക്ക് സം ടൈം ഓഫ് ആൻഡ് ടേക്ക് ഇറ്റ് ഈസി, തിങ്സ് ഓവർ ഫോർ എ ഫ്യൂ മന്ത്സ്. നൗ വാട്ട് ഡു ഐ വാണ്ട് ടു ഡു വിത്ത് മൈ സെക്കൻഡ് ലൈഫ്? യു കോൾ ഇറ്റ് എ സെക്കൻഡ് ലൈഫ് ഓർ എ സെക്കൻഡ് ഇന്നിങ്സ്. അപ്പോൾ ഇപ്പോഴുള്ള നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏത് രീതിയിൽ പോകാനായിട്ട് സാധിക്കും? ദാറ്റ് പ്രോസസ് റിക്വയർസ് സം reflection, some introspection, some serious thoughts. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു ആസ്ക് മീ നൗ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഓണസ്റ്റ് ആൻസർ ഈസ് ദാറ്റ് ഐ ജസ്റ്റ് ഡോണ്ട് നോ. ഐ ആം ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. റൈറ്റ്. അതിൻ്റെ സമയം ആകുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ചിന്തിച്ച് വരാം. നമുക്കത് കാത്തിരുന്ന് വരുന്നത് വരട്ടെ. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഓൾസോ ലൈക്ക് ടു സ്പെൻഡ് സം ടൈം വിത്ത് മൈ ഫാമിലി. അപ്പം ഇതുവരെ ഈ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതിയാണ് സ്പെൻഡിങ് ടൈം വിത്ത് യുവർ പേരൻസ്, വിത്ത് യുവർ ഫാമിലി. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ വക സംഗതികളൊക്കെ ഒരു കൂടുതലായിട്ട് നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വി ലൈക്ക് ടു ഹാവ് സം പേഴ്സണൽ ടൈം വിത്ത്. പക്ഷേ അങ്ങനെ അങ്ങേ വെറുതെ വിടാൻ ഈ ലോകം തയ്യാറല്ല എങ്കിൽ ഫാമിലിക്ക് വേണ്ടി അത് അങ്ങോട്ടേക്ക് പോകുമോ അതോ അത് ത്യജിക്കുമോ സമൂഹത്തിന് വേണ്ടി? അതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പം എന്നാ സ്പെൻഡിങ് മോർ ടൈം വിത്ത് ദ ഫാമിലി ഡസൻറ്റ് മീൻ ദാറ്റ് യു കട്ട് യുവർ ടൈസ് കംപ്ലീറ്റ്ലി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. വി കനോട്ട് ലീവ് ലൈക്ക് ദാറ്റ് ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും. സോ ഇറ്റ് ഈസ് എ ക്വസ്റ്റൻ ഓഫ് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച്. പക്ഷേ പലപ്പോഴും ഒരു ഒഫീഷ്യൽ എസ്പെഷ്യലി IAS-ൻ്റെ ഒരു ചട്ടക്കൂടിൽ വെൻ യു ആർ കൺഫൈൻഡ് ടു യുവർ ഓഫീസ് ആൻഡ് പ്രോജക്ട്സ് ആൻഡ് അതർ തിങ്സ് രാവിലെ 9 to 9 മോസ്റ്റ് ഓഫ് ദ ടൈം യു ആർ സ്പെൻഡിങ് വിത്ത് അതേഴ്സ് ഇൻ ദ ഓഫീസ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമ്മൾ പേഴ്സണലായിട്ടുള്ള പല കമ്മിറ്റ്മെൻറ്റുകളും ചിലപ്പം മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കുറച്ച് സമയം
ഇതിൽ നിന്ന് മാറിയിട്ട് അവരുമായിട്ടൊക്കെ ചിലവഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും. അത് ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലി എന്നെ പ്രാകണ്ട, ഞാൻ ഇനി മനഃപൂർവ്വം പിടിച്ചു വലിച്ച് അങ്ങോട്ടൊക്കെ എവിടെയെങ്കിലും തള്ളുന്നു. അങ്ങേക്കും അത് ആ സ്വപ്നം നടക്കട്ടെ, അങ്ങനെ ആശംസിക്കുകയാണ്. പക്ഷേ അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ 36 വർഷം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകൾ മുഖ്യമന്ത്രി പറഞ്ഞിടത്തുനിന്നാണ് മനസ്സിലേക്ക് വരുന്നത്. 1-2 കാര്യങ്ങൾ. അതിലൊന്ന്, അന്തർദേശീയ തലത്തിലേക്ക് അങ്ങേ എത്തിച്ച ഡൽഹിയിലെ അങ്ങയുടെ പ്രവർത്തന മേഖല. അത് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഡൽഹിയിലെ പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ ദിവസം അങ്ങ് ഡൽഹിയിൽ ആ ഒച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ട്. എന്ത് പദവിയായിരുന്നു അപ്പോൾ? അവിടുന്ന് ആണ് നമുക്ക് റഷ്യയിലേക്ക് പോകേണ്ടത്. ആ സമയത്ത് ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഡയറക്ടർ എയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട്. ദാറ്റ് ഈസ് ബേസിക്കലി എയർഫോഴ്സിൻ്റെ കാര്യങ്ങൾ, എയർഫോഴ്സിൻ്റെ പോളിസി, അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ പർച്ചേസ്, മെയിൻ്റനൻസ് ഇഷ്യൂസ് ആൻഡ് എയർ ട്രാഫിക് മാനേജ്മെൻറ്റ്, എയർ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അത് കൈകാര്യം ചെയ്യുന്നൊരു പോസ്റ്റ്. പാർലമെൻറ്റ് അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഐ വാസ് സിറ്റിംഗ് ഇൻ എയർഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. അന്നത്തെ പിന്നീട് എയർ ചീഫായ ഓഫീസറുടെ കൂട്ടത്തിൽ, അന്ന് ഈ വാസ് വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ചീഫായിരുന്നു. ഞങ്ങൾ വി വെർ ഡിസ്കസിങ് സം മേജർ ഇഷ്യൂസ്. അപ്പോഴാണ് ഈ ഗൺ ഷോട്ട്സ് കേൾക്കുന്നത്. വി ആർ വണ്ടറിങ് എവിടെ നിന്നാണ് ഗൺ ഷോട്ട്സ് വരുന്നതെന്ന് നോക്കി. അത് ഒരു സീരീസ് ഓഫ് ഗൺ ഷോട്ട്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും then came a message saying that the parliament is under attack, so nobody is to leave their positions or buildings. And then security forces came out and we stayed put for about 45 minutes. In between sporadic gunshots ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. And then about 45 minutes later the message came that all the terrorists have been killed എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പിന്നെയാണ് എന്നെ പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഗവൺമെൻറ്റിൽ വാർ റൂം കൂടി എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻറ്റ് നടത്തി. ആൻഡ് ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ടീം വിച്ച് ഓൾസോ ലുക്ക്ഡ് അറ്റ് വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ടു അസ്. എന്തെല്ലാം എന്നെ ചെയ്യാനായിട്ട് സാധിക്കണം, എങ്ങനെ വേണം, ആൻഡ് വാട്ട് ഷുഡ് ബി അവർ റിലേഷൻഷിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് an idea we should project in respect of government actions vis-a-vis other countries. മറ്റുള്ള രാജ്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇടപഴകുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ ഐ വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ബീങ് പാർട്ട് ഓഫ് ദ ഡിഫൻസ് മിനിസ്ട്രി. അവിടെ ഡിഫൻസ് മിനിസ്ട്രിയിൽ അങ്ങനെ ഒരു 5 വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മോസ്കോയിൽ ഇന്ത്യ റഷ്യ മിലിറ്ററി റിലേഷൻസ് അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഉള്ള ഒരു പോസ്റ്റിലേക്ക് ഒരു സെലക്ഷൻ ലഭിച്ചത്. സോ അങ്ങനെയായി ലാൻഡ് അപ്പ് ഇൻ റഷ്യ, മോസ്കോയിൽ. നിയർലി 3.5 years ഓളം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഓൾസോ വാസ് എ വെരി ലേണിംഗ് എക്സ്പീരിയൻസ്. അതും ആ സമയത്തും റഷ്യയുമായിട്ട് നമുക്ക് വളരെ പണ്ട് തൊട്ടേ ഒരു സ്പെഷ്യൽ മിലിറ്ററി റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമ്മൾ റഷ്യയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി, അത് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മിസ്സസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സൈൻ ചെയ്തൊരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയാണ്. ആ ട്രീറ്റി തോറ്റിട്ട് നമ്മൾ റഷ്യയുമായിട്ട് ഒരു പ്രത്യേക ഒരു പൊസിഷനുള്ള, അപ്പം അവരുമായിട്ടുള്ള മിലിറ്ററി റിലേഷൻസ് കൈകാര്യം ചെയ്യുവാനായിട്ടും സെൻട്രൽ ഏഷ്യയിലെ മിലിറ്ററി പോളിസി എങ്ങനെയായിരിക്കണം, അതുപോലെ വെപ്പൺസ് പോളിസി, അക്വിസിഷൻ പ്രോഗ്രാംസ് എങ്ങനെയായിരിക്കണം. ആ കാലഘട്ടത്തിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കുറച്ച് യാത്രകളും പലരും തയ്യാറാകാത്ത പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വിസിറ്റ്സും ഒക്കെ നടത്തി എന്നുള്ളത് എവിടെയോ വായിച്ചു. ദാറ്റ് ഈസ് ട്രൂ. ആക്ച്വലി റഷ്യ ഈസ് എ ഹ്യൂജ് കൺട്രി. അപ്പോൾ അതൊരു 12 ടൈം സോൺസ് ഉണ്ട് അവിടെ തന്നെ. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരെൻഡിൽ നിന്ന് മറ്റുള്ള എൻഡിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയർലി 12 hours എടുക്കും. ആൻഡ് ട്രാൻസ് സൈബീരിയൻ എക്സ്പ്രസ് മോസ്കോയിൽ നിന്ന് പുറപ്പെട്ടാൽ വ്ളാഡിവോസ്റ്റോക്കിൽ എത്തുന്നത് ഇറ്റ് ടേക്ക് 7 full days. അത്ര ഒരു വലിയ ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് മെനി പ്ലേസസ് വിച്ച് പീപ്പിൾ ഹാവ് നോട്ട് വിസിറ്റഡ്, ലൈക്ക് യാക്കൂസ്, സൈബീരിയ, ഇഖാത്രിൻബർഗ്, സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് സെവറൽ ടൈംസ്, സോച്ചി, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഈ ഡിഫൻസ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആ പോസ്റ്റിൻ്റെ ഇതുകൊണ്ടാണ്, അതിൻ്റെ ഏജൻസിയിലാണ് ഇങ്ങനെയുള്ള ട്രിപ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. കാരണം അതിൻ്റെ ഒരു തുടർച്ചയാണോ പെൻറ്റഗണുമായിട്ടുള്ള ഒരു പെൻറ്റഗൺ? അത് യു എസുമായിട്ട് വി ഹാഡ് ബേസിക്കലി
ഒരു ഡിഫൻസ് പോളിസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ദാറ്റ് വി കീപ്പ് കോൺസ്റ്റൻറ്റ് കൺവെർസേഷൻസ് വിത്ത് ദ പെൻറ്റഗോൺ ആസ് വെൽ ആസ് ദ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഇൻ അമേരിക്ക. ആൻഡ് അവരുമായിട്ട് പല കാര്യങ്ങളിലും ഓൺ എസ്പെഷ്യലി സ്ട്രാറ്റജിക് മാറ്റേഴ്സിനകത്ത് നടക്കുന്ന ഡിസ്കഷൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനമായിട്ട് പല കാര്യങ്ങളിനകത്തും ആ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മിലിറ്ററി പോളിസി ഷേപ്പപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് ലോട്ട് ഓഫ് മിലിറ്ററി പോളിസി ആക്ച്വലി ഇൻവോൾവ്സ് അറൗണ്ട് അക്വിസിഷൻ ഓഫ് weapon systems and positions we adopt on critical situations വരുമ്പോൾ. സോ ദീസ് ഡിസ്കഷൻസ് അങ്ങനെ അതിനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റഷ്യ, അതായത് ക്രെംലിനുമായിട്ടും പെൻറ്റഗണുമായിട്ടും ഒക്കെയുള്ള ഈ ബന്ധം, ഡൽഹിയിലെ വളരെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഇടപെടൽ, ഇതിൽ നിന്നൊക്കെയാണ് കേരളത്തിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ അത് കേരളത്തിനെ പിന്നീട് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ മേഖലകളിലെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടി സഹായിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രളയ കാലഘട്ടത്തിലെ അങ്ങയുടെ പ്രവർത്തനം, കൊറോണയുടെ ഈ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ പ്രവർത്തനം, ഇടയ്ക്ക് അല്ലാതെ അങ്ങ് പ്രവർത്തിച്ച മറ്റു മേഖലകൾ. നിശ്ചയമായിട്ടും. കാരണം പ്രളയകാലത്ത് വി ഹാഡ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കോർഡിനേഷൻ നടത്തേണ്ടതായിട്ടാണ്, എസ്പെഷ്യലി ആം സർവീസസ് ആയിട്ട്. സോ എൻ്റെ ഡിഫൻസ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആ പരിചയവും ആ സ്റ്റിൻറ്റും, I had made lots of friends there. And by the time I came back ഇവിടെ വന്നു ചീഫ് സെക്രട്ടറി ആവുന്ന സമയത്ത് they also rose to the positions of top ലെവലിലുള്ള പൊസിഷൻസിലായിരുന്നു. ഡിഫൻസ് സെക്രട്ടറി ആയിട്ട്, സർവീസ് ചീഫ് ആയിട്ട്, നേവി, ആർമി, എയർഫോഴ്സിൻ്റെ. സോ അയാളുടെ ഫസ്റ്റ് നെയിം കോണ്ടാക്ട്സ് ഈ ആൾക്കാരെല്ലാമായിട്ട്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടുത്തെ ഫ്ലഡ്സ് വന്ന സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് എവറി ഈവനിങ് അന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി യൂസ് ടു ഹോൾഡ് ദറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് വിച്ച് ഓൺ വീഡിയോ we used to attend that, and we used to tell them നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണ്, what is happening today in Kerala, what is the position, what are the equipment we need, boats എത്ര വേണം, boots എത്ര വേണം, എയർ മൂവിങ് എക്യുപ്മെൻറ്റ് വേണം, ഹെലികോപ്റ്റേഴ്സ് എന്ത് മാത്രം വേണം, അതുപോലെ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള NDRF ഫോഴ്സിനെ എവിടെ ഡിപ്ലോയ് ചെയ്യണം. ഇത് നമ്മൾക്ക് ബന്ധങ്ങളും റിലേഷൻഷിപ്സും കണക്ഷൻസും ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഡിപ്ലോയ്മെൻറ്റും മൂവ്മെൻറ്റും നമുക്ക് സാധിക്കുകയുണ്ടായി. അത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്റ്റിൻറ്റ് സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഫാക്ട് ദേ വർ വെരി അപ്രീഷിയേറ്റീവ് ഓഫ് വാട്ട് കേരള ഡിഡ്. ക്യാബിനറ്റ് സെക്രട്ടറിയും അന്നത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വൈസ് ചെയർമാനൊക്കെ പറഞ്ഞു, കേരളം ഈ ഫ്ലഡ്സ് കൈകാര്യം ചെയ്തതുപോലെ ആ രീതിയിൽ റാഷണലായിട്ട് സയൻറ്റിഫിക്കായിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് അവർ വളരെ ഓപ്പണായിട്ട് പറയുകയുണ്ടായി. ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ടോം ജോസ് എന്ന ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രത്യേകത അതാണെന്ന് എനിക്ക് തോന്നി. ചീഫ് സെക്രട്ടറി ആകുന്നതിന് മുമ്പുള്ള അങ്ങയുടെ പ്രവർത്തനത്തിലാണ് ഇത് വരുന്നതെങ്കിൽ കൂടി. വെൽ, ടു സം എക്സ്റ്റെൻറ്റ് യെസ്. ഇപ്പോൾ സ്കിൽ ഫിയസ്തയുടെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഈ സ്കിൽ ഫിയസ്തയുടെ ഐഡിയ വരുന്നത് തന്നെ അന്ന് ഞാൻ ലേബർ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ലേബർ മിനിസ്റ്റർ ശ്രീ ഷിബു ബേബി ജോൺ, അദ്ദേഹവുമായിട്ട് ഒരു ഡെലിഗേഷനായിട്ട് ഞങ്ങൾ ബ്രസീലിൽ പോവുകയുണ്ടായി. അതാണ് വേൾഡ് സ്കിൽസ് കോമ്പറ്റീഷൻ അവിടെ നടക്കുന്ന സമയത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വി വർ അസ്റ്റൗണ്ടഡ്. അത് ഓൾമോസ്റ്റ് ഒരു ഒളിമ്പിക്സിൻ്റെ ലെവലിലാണ് ഈ സ്കിൽസ് കോമ്പറ്റീഷൻ ആക്ച്വലായിട്ട് നടക്കുന്നത്. സോ ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് IT പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്കിൽസ് ഓരോ ട്രേഡ്സിലുള്ള അവരുടെ സ്കിൽസ് പ്രദർശിപ്പിക്കാനായിട്ടും അതിൻ്റെ ക്വാളിറ്റി, ലെവൽ ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാനായിട്ടും ഇതുപോലെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കേണ്ടത് ഒരാവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും തോന്നി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ നിശ്ചയിച്ചു, ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതുപോലെ ചെയ്തുകൂടാ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഫസ്റ്റ് സ്കിൽ ഫിയസ്ത നമ്മൾ ഫെസ്റ്റിവൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് സ്കിൽ ഫിയസ്ത ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളത് നമ്മൾ ചെയ്തത്. അത് ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഇനിഷ്യലി ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഇത്ര ഗ്രാൻഡ് സ്കെയിലിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. ബട്ട്
വി ഗോട്ട് എവറിത്തിങ് ടുഗദർ. ഒരു ടീമിനെ ഉണ്ടാക്കി, ആ ടീമിനെ സ്ഥിരമായിട്ട് ഇവ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഓൾമോസ്റ്റ് വീക്ക്ലി ബേസിസിൽ റിവ്യൂസ് നടത്തി. അങ്ങനെ അതിനെ സംബന്ധിച്ച് വലിയൊരു അപ്രിസിയേഷനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം കേന്ദ്ര ഗവൺമെൻറ് സ്കിൽ ഫിയസ്റ്റ അവർ തന്നെ തുടങ്ങി. അവർ തന്നെ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് റീജിയണൽ ഫെസ്റ്റിവൽസ് നടത്തിയിട്ട് ഇപ്പോൾ എല്ലാ 2 വർഷവുമാണ് ഈ സ്കിൽസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ഈ മോസ്കോയിൽ, റഷ്യയിലെ കസാനിലുണ്ടായിരുന്ന കഴിഞ്ഞ സ്കിൽസ് കോമ്പറ്റീഷനിൽ നമ്മൾ ഇവിടുന്ന് കുട്ടികൾ പങ്കെടുക്കുകയും പ്രൈസസ് വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു സംഗതി ചെയ്യാനായിട്ട്, ആ രീതിയിലേക്ക് വരാനായിട്ട് കാരണം അന്ന് ബ്രസീലിൽ പോയി കിട്ടിയ ഒരു എക്സ്പോഷറിൻ്റെ വെളിച്ചത്തിൽ. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ഒരു ഐഡിയ അന്ന് എനിക്കോ അന്ന് ഉണ്ടായിരുന്ന മിനിസ്റ്റർക്കോ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള പല കാര്യം ഇപ്പോൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ഈ പദവി ഉപയോഗിച്ച് ചെയ്യാമെന്ന് പല ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ടാകാം. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു മണ്ണാണ് നമുക്കിവിടെ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇനി വരാനുണ്ട് എന്ന് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. ഐ തിങ്ക് ഒരു സംഗതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഞാനിത് വളരെ എപ്പോഴും പറ്റുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിറകില്ല. കാര്യം നമ്മൾ അങ്ങയുടെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ കാര്യം. ഒരു കേരളം നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഇന്നും ഗാർബേജ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ പ്ലാന്റ് പോലും ഇല്ല. അത് ഒരു 9,000 to 10,000 ടൺസ് ഓഫ് ഗാർബേജ് കേരളത്തിൽ എവറി ഡേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു വ്യക്തി ഓൾമോസ്റ്റ് ഒരു 1/2 കിലോ ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാതെ നമ്മളിത് അവിടെ ഇവിടെയൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ മാറിയിട്ട് കേരള ഒരു ക്ലീൻ പ്ലേസ് ആയിട്ട് രൂപാന്തരപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോസസ്സിങ് പ്ലാന്റുകൾ വരണം. അപ്പോൾ അങ്ങനെ പ്രോസസ്സിങ് പ്ലാന്റുകൾ വരാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനമെടുത്തു. ഇതിനകത്ത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ വളരെ സപ്പോർട്ടീവായിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അദ്ദേഹം അതിൻ്റെ ലീഡർഷിപ്പ് നൽകുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഇതുപോലെയുള്ള പ്ലാന്റുകൾ വരുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും അതിനെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പലർക്കും ഭയമാണ് ഈ ഇതുപോലത്തെ പ്ലാന്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ആ പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കും എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇപ്പം നമ്മൾ സിംഗപ്പൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ, ടോക്കിയോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വേസ്റ്റ് പ്രോസസ്സിങ് പ്ലാന്റുകൾ സിറ്റിയുടെ നടുക്കാണ്. സിറ്റിയുടെ നടുക്ക്, അതിന് ചുറ്റും ഗാർഡൻ ഉണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ സ്മെൽ, നത്തിങ്. അപ്പോൾ അവരെല്ലാം അവരുടെ സിറ്റികൾക്കുള്ളിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് അതുപോലെയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ച് അവർ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രോസസ്സ് ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. കേരളത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം ഇവിടെയും റീസൈക്ലിംഗ് ആൻഡ് പ്രോസസ്സിങ് പ്ലാന്റുകൾ വരേണ്ടത് ഒരു ആവശ്യമാണ്. ഈ കേരളത്തിൻ്റെ ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ ഇതിനൊക്കെയാണോ പ്രാധാന്യം കൊടുക്കേണ്ടി വരിക? നിശ്ചയമായിട്ടും ഇതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ പുനർനിർമ്മാണത്തിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം നമ്മൾ റോഡ്സ് ഉണ്ട്, നമ്മളുടെ കനാൽസ് ഉണ്ട്, അതുപോലെ ബിൽഡപ്പ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചർ പ്രളയം കാരണം നശിച്ചു പോയതുണ്ട്. അതെല്ലാം നമ്മൾ റീബിൽഡ് ചെയ്യണം. ആ റീബിൽഡ് ചെയ്യുന്നത് അത് നമ്മുടെ CM പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു പുതിയ രീതിയിലേക്കായിരിക്കും ആ റീബിൽഡ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില സെക്ടേഴ്സ് ഉണ്ട്. ആ നിർഭാഗ്യവശാൽ ശ്രദ്ധിക്കാതെ പോയ ഒരു സെക്ടറാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സെക്ടർ. സോ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് നമ്മൾ അതിലേക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടത്. അത് എൻ്റെ ഒരു പാഷനായിരുന്നു. കാരണം ഐ ഫീൽ ബാഡ് പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വേസ്റ്റ് റോഡിൽ കിടക്കുന്നത് കാണുന്നു. നമ്മുടെ പുഴകളിൽ, ജലാശയങ്ങളിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നു. ഫോറസ്റ്റിനകത്ത് വരെ വേസ്റ്റ് ഉണ്ട്. ഇൻഫാക്റ്റ് നേര്യമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ആ സ്ട്രെച്ച് ഓഫ് ഫോറസ്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 2,000 ടൺസ് ഓഫ് ഗാർബേജ് നമ്മളൊരു 6 മാസം കൊണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്തു. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾഡ് കമ്പ്യൂട്ടേഴ്സ്, ഡെസ്ക്സ്, ചെയർസ്, മെഡിക്കൽ വേസ്റ്റ്, ഗ്ലാസസ്, പ്ലാസ്റ്റിക്, ഇതെല്ലാം ഫോറസ്റ്റിൽ ഡംപ് ചെയ്തിരിക്കുക. അപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ടും മരമുള്ളത് കൊണ്ട് എളുപ്പത്തിൽ ഇത് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവിടെയെല്ലാം ഇറങ്ങി അതിസാഹസികമായ രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇതിനകത്ത് മുൻകൈയെടുത്ത് വന്നത്. അവർ അത് കംപ്ലീറ്റ് നമ്മൾ വീഡിയോഗ്രാഫ് ചെയ്തു, ഫോട്ടോഗ്രാഫ് ചെയ്തു.
എന്തുമാത്രം നമ്മൾ അവിടെ നിന്ന് റിക്കവർ ചെയ്തു എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു കോഫി ടേബിൾ ബുക്ക് വരെ പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്, എങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ മാറ്റി എന്നുള്ളത്. ദ പോയിൻ്റ് ഐ എം ട്രൈങ് ടു മേക്ക് ദ ഫോർ ഈസ് ദാറ്റ് നമ്മൾ കാണാത്ത രീതിയിലാണ് ഈ വേസ്റ്റിലെ ഗാർബേജ് നമ്മളെ ഒന്ന് മൂടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പ്രോസസ്സിങ് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്ത് അത് കളക്ട് ചെയ്ത് വേസ്റ്റ് കളക്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് റീസൈക്കിൾ ചെയ്യേണ്ടത് എല്ലാ സിറ്റിസൺസിൻ്റെയും ഒരു കടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊരു വലിയ പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. കേരളത്തിൽ അങ്ങനെ ഒരു ശീലമായി കൊണ്ടുവരേണ്ടി വരും. നിശ്ചയമായിട്ടും അത് നമുക്ക് ഇനിയും ചിലപ്പോൾ അങ്ങയുടെ സഹായവും ഉപദേശമൊക്കെ വേണ്ടി വരും. ശരിക്കും ഈ റീബിൽഡ് കേരള എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കൊണ്ടുവന്ന ആ ഒരു കാര്യം വരുന്നത് ഈ പ്രളയത്തിന് ശേഷം ആണ്. അങ്ങനൊരു ചർച്ച തന്നെ വരുന്നത്. പ്രളയം ടോം ജോസ് എന്ന ചീഫ് സെക്രട്ടറിയും പ്രളയവും ഒരേ കാലഘട്ടത്തിലാണ് വന്നത് അല്ലേ? ആ സമയം ഞാൻ വന്ന് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. ശരി. പക്ഷെ അത് നേരിടാൻ ആ സമയത്ത് അങ്ങനെ ഒരു ചീഫ് സെക്രട്ടറി വേണമെന്ന് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം. എങ്ങനെ ഓർക്കുന്നു ആ സമയത്തെ ആ യുദ്ധത്തിൻ്റെ നേതൃത്വം കൊടുക്കൽ ഒക്കെ? See, those were really tough times. I took charge on July 1st, 2018 ചാർജ് എടുക്കുന്നത്. അതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഫസ്റ്റ് സ്പെല്ല് തുടങ്ങി. ആ ഫസ്റ്റ് സ്പെല്ല് കുറേ ലാസ്റ്റ് ചെയ്തു. സെൻട്രലിൽ നിന്ന് അന്നത്തെ ഡെപ്യൂട്ടി ഹോം മിനിസ്റ്ററൊക്കെ നമ്മുടെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ അത് റീബിൽഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി വരുമ്പോഴാണ് സെക്കൻഡ് സ്പെല്ല് ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയത്. ദാറ്റ് വാസ് റിയലി ബാഡ്. അത് നമ്മളുടെ പ്രതീക്ഷകൾക്കെല്ലാം കവിഞ്ഞുപോയി. ഇൻഫാക്റ്റ് ഞാൻ ചില വളരെ കൂടുതൽ നാളുകളിൽ ജീവിച്ചിട്ടുള്ള 80-85 എൻ്റെ മൈ ഫാദർ ഈസ് നൗ അബൌട്ട് 85 years old. ഐ വാസ്ഡ് ഹിം ഇൻ ഹിസ് എൻറ്റയർ മെമ്മറി ഇതുപോലെ ഒരു ഫ്ലഡ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ 85 years ആ പീരീഡ് ഉണ്ടെങ്കിൽ ഹി കനോട്ട് റിമെമ്പർ ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വി സെറ്റപ്പ് എ വാർ റൂം. നമ്മൾ സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു വാർ റൂം സെറ്റപ്പ് ചെയ്തു. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് അവിടെ ഒരു കെട്ടിടമുണ്ട്, അവിടെ ഒരു കൺട്രോൾ റൂം നമ്മൾ സെറ്റപ്പ് ചെയ്തു. ബട്ട് മെയിൻലി ഫ്രം ദ സെക്രട്ടേറിയറ്റ് വാർ റൂം 24 hours നമ്മൾ ഓഫീസേഴ്സിനെ ഡിപ്ലോയ് ചെയ്തു. സിറ്റുവേഷൻ അനാലിസിസ് നടത്തി എവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഡിസ്ട്രിക്ട് കളക്ടേഴ്സാണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് കളക്ടേഴ്സിൻ്റെ എസ് പിമാരുടെയും കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വാങ്ങിച്ചിട്ട് ആ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ഡിപ്ലോയ്മെൻ്റ് നടത്തി. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. നമുക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. NDRF ഇത്ര യൂണിറ്റ്സ് വേണം, ഇന്ന സ്ഥലത്താണ് വെള്ളം കൂടിയിരിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പോകുന്നില്ല, വാഹനങ്ങൾ പോകാത്തതുകൊണ്ട് ബോട്ട്സ് വേണ്ടതായിട്ട് വരും. അപ്പോൾ ആർമിയുടെ ഭാഗത്തു നിന്ന് അത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ, പിന്നെ ഫുഡ് സപ്ലൈസ് ഉണ്ടാകേണ്ടതായിട്ട് വരും. ആൾക്കാരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണല്ലോ ആദ്യത്തേത്. അത് കഴിഞ്ഞാൽ പിന്നെ റിലീഫ് ഓപ്പറേഷൻസ്, അവരുടെ താമസം, അവരുടെ ഫുഡ്, മെഡിസിൻസ്, ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. സോ വി ഹാഡ് എ വെരി ഗുഡ് ടീം. 24/7 വാർ റൂമിൽ നമുക്കൊരു ടീമുണ്ടായിരുന്നു. എവറി ഡേ വി യൂസ് ടു റിവ്യൂ ഇറ്റ് ആൻഡ് എവറി ഡേ ദ ചീഫ് മിനിസ്റ്റർ പേഴ്സണലി യൂസ് ടു റിവ്യൂ ഇറ്റ്. അതായത് ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള കേന്ദ്ര ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുമായിട്ടുള്ള ആ വീഡിയോ കോൺഫറൻസ് ശേഷം നേരെ വരുന്നത് ചീഫ് മിനിസ്റ്ററുടെ കോൺഫറൻസ് റൂമിലേക്കാണ്. അപ്പോൾ അന്ന് ഡൽഹിയിൽ അവരുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ റെസ്പോൺസസ്, ഇതെല്ലാം വെച്ച് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളുടേതായ ഡിസിഷൻസ് CMൻ്റെ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് എടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. ദർ ആർ ഡേയ്സ് വെൻ വി സ്ലെപ്റ്റ് ഇൻ ദ ഓഫീസ്. ഒരുപക്ഷെ അന്ന് ഒരുപാട് കേന്ദ്രമായിട്ടൊക്കെ ഇടപഴകുന്ന കാര്യത്തിലൊക്കെ ചീഫ് സെക്രട്ടറി എടുത്ത നടപടികളും ഇതൊക്കെ ചർച്ചയായിട്ടുള്ളതാണ്. പക്ഷെ നമുക്കന്ന് കേരളത്തിന് കേന്ദ്രത്തിൻ്റെ അനുവാദം കൊണ്ടോ ഇടപെടൽ കൊണ്ടോ നമുക്ക് കൂടുതൽ സഹായങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ എടുക്കാൻ സ്വയം പറ്റുമായിരുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സംഭാഷണങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ കാര്യത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് തോന്നിയോ, ശ്രീ ടോം ജോസിന് തോന്നിയോ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇടപഴകാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ഒരു അനുവാദം കേന്ദ്രത്തിൽ നിന്നൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അന്നത്തെ? ഇത് പിന്നെ ഒരു അങ്ങ് പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. കാരണം നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു ഭാഗത്ത് നടന്നു. ആ പ്രളയത്തിൻ്റെ ആ സീരിയസ് ഇമ്പാക്റ്റ് അത് കുറേ ദിവസങ്ങൾ ലാസ്റ്റ് ചെയ്തു. പിന്നെയാണ് നമ്മൾ ആ റിലീഫ് ഇതിലേക്ക് പോയിരുന്നത്. അവിടെയാണ് നമ്മൾ റിലീഫ് ക്യാമ്പുകളിൽ ആൾക്കാരെ
താമസിപ്പിക്കുന്നത്, അവർക്ക് ഫുഡ് കിട്ടിയോ, അവർക്ക് മെഡിസിൻസ് കിട്ടിയോ, അവർക്ക് അസിസ്റ്റൻസ് ഉണ്ടോ, ഇവ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ഈ ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ, കെടുതികൾ ഉണ്ടായതിൻ്റെ പേരിൽ ഓഫേഴ്സ്, അസിസ്റ്റൻസ് നമുക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓഫർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിതിൻ ദ സ്റ്റേറ്റ്സ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഫുഡും മെഡിസിൻസും അവരുടെ ടീമും എല്ലാം സപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ മൂവ് ചെയ്തു. അന്താരാഷ്ട്ര ഏജൻസീസ് നമ്മൾ UN കയ്യിൽ നിന്ന് അവരുടെ സപ്പോർട്ടും അസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. പല ഏജൻസീസും നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പല രീതിയിലുള്ള അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ, ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ. സോ ഫോറിൻ പോളിസി നിശ്ചയിക്കുന്നതും ഈ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടത്തുന്നതും അതിനെ സംബന്ധിച്ചുള്ള റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഒരു ജനറൽ പോളിസിക്ക് അതിന് അപ്പുറമായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചില വ്യൂസ് കാണും, കേന്ദ്ര ഗവൺമെൻറ്റിന് അതുപോലെ ചില വ്യൂസ് ഉണ്ടാവും. അപ്പം ഈ ഫോറിൻ പോളിസി, ഫോറിൻ എയ്ഡ് അതുപോലെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം ചില നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ സ്റ്റേറ്റുകൾക്കും ആ നിലപാടുകൾ അനുസരിച്ച് പോകേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ഗവേണൻസിൻ്റെ ഒരു ഇഷ്യൂ അതിനകത്ത് വരത്തില്ല. നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്, അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ചീഫ് സെക്രട്ടറിയുടെ ഒരു വല്ലാത്ത ഒരു ഇറ്റ്സ് എ വെരി ഫൈൻ ടൈറ്റർ ഓഫ് വർക്ക്. റൈറ്റ്. പക്ഷേ കൊറോണയുടെ കാലഘട്ടത്തിലും സെയിം ഒരു അവസ്ഥ ഉണ്ടായോ? യെസ്, ഇൻ സം കേസസ് യെസ്. കാരണം കൊറോണയുടെ കാര്യത്തിനകത്തും ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് കേന്ദ്ര ഗവൺമെൻറ് അതിനെ നേരിടുന്നത്. അപ്പം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനകത്ത് ഒരു നാഷണൽ അതോറിറ്റി ഉണ്ട്. ആ നാഷണൽ അതോറിറ്റിയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ് അതോറിറ്റി ഉണ്ട്. സ്റ്റേറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്. ആൻഡ് ചീഫ് സെക്രട്ടറി അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ് സ്റ്റേറ്റ് അതോറിറ്റിയുടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും, പക്ഷേ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പവർഫുൾ ആക്റ്റാണ്. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് നാഷണൽ അതോറിറ്റി ഒരു കാര്യം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏജൻസീസും ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ് അതോറിറ്റീസ് എവറിബഡി മാൻഡറ്റോറിലി ദേ ഷുഡ് ഗോ അക്കോർഡിംഗ് ടു ദാറ്റ്. അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് തരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഓരോ സ്റ്റേറ്റിലും സ്പെസിഫിക് ആയിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ. അവിടെ നമ്മൾ ക്യാബിനറ്റ് സെക്രട്ടറി, ഹോം സെക്രട്ടറി ഇവരുമായിട്ട് ചർച്ച ചെയ്യും. വീഡിയോ കോൺഫറൻസിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ പറയും. സ്റ്റേറ്റിന് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രൈം മിനിസ്റ്റർക്ക് അതിൻ്റെ സ്റ്റേറ്റിൻ്റെ സവിശേഷതകളും അതിൻ്റെ പ്രത്യേകതകളും എന്നതാണ്, ഇതാണ് വേണ്ടത് എന്നുകൊണ്ടുള്ള ലെറ്റർ എഴുതും. അതിനെ സംബന്ധിച്ച് ഫോർമലായിട്ടുള്ള ചർച്ചകൾ നടക്കും. ചില അവസരങ്ങളിൽ ഇൻഫോർമലായിട്ട് ഞങ്ങൾ ഫോണിൽ തന്നെ വിളിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഇന്ന സംഗതികൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്, അതിന് ചിലപ്പോൾ ഒരു ഡിപ്പാർച്ചർ ആവശ്യമായിട്ട് വരും, ആ ഡിപ്പാർച്ചർ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ secretaries concerned, the Union Home Secretary and the Chief Secretary. So we always used to work ആ ഒരു കോർഡിനേഷനിലൂടെയാണ്. You must understand that there is ഒരു track to പാർട്ട് ഇതിനകത്ത് എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഫോർമലായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം ഫോർമലായിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിൽ യെസ് ദീസ് ആർ ദ ഡിസിഷൻസ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കൂടാതെ തന്നെ ദർ ഈസ് ആൻ ഇൻഫോർമൽ ട്രാക്ക് ടു ഡിപ്ലോമസി അതിൻ്റെ കൂട്ടത്തിൽ ഇൻ പാരലായിട്ട് നടക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഈ സിസ്റ്റംസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്കും അവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആൻഡ് ഹോം സെക്രട്ടറി, യൂണിയൻ ഹോം സെക്രട്ടറി. ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞ ഒരു പ്രത്യേക എക്സസൈസ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ട്. യെസ്, എന്നാണ്. അതിനപ്പുറത്തേക്ക് പറയാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് ഇല്ല, അത് വേണ്ട. പക്ഷേ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ സ്റ്റേറ്റിനും പ്രത്യേകത ഉള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് NRIs അങ്ങനെയുള്ള ആളുകളൊക്കെ. അവരൊക്കെ ഈ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമുക്ക് അന്ന് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. അത് അന്ന് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് കേന്ദ്രത്തിൻ്റെ അനുവാദം കിട്ടാതെ പോവുക
എന്നൊക്കെ പറഞ്ഞൊരു ഘട്ടം ഉണ്ടായിരുന്നു. അത് ഓർക്കുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഒരു പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ഹെൽപ്പ് ഓഫേഴ്സ് ഓഫ് അസിസ്റ്റൻസ് വന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആ സമയത്ത് നമ്മളത് സോർട്ട് ഔട്ട് ചെയ്തു. നമ്മൾ കോഡിയലായിട്ട് തന്നെയുള്ള രീതിയിലാണ് അത് പോയിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. റൈറ്റ്. പക്ഷെ അതിലേക്ക് കൂടുതൽ പോകാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ആ കോഡിയാലിറ്റി പറയുമ്പോൾ നമുക്ക് അവരെ നിന്ന് വാങ്ങിക്കേണ്ടി വന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് സഹായം എടുത്ത് പോകേണ്ടി വന്നു എന്നാണ് ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ഇതിനകത്ത് ഓർമ്മയിലേക്ക് വന്നത്, ഈ പ്രളയവും കൊറോണയൊക്കെ ഇത്തരത്തിലൊരു വലിയ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു കൂടി സമവായത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ഇടപെട്ട് പോകുന്നതിൻ്റെ ഒരു വലിയ എക്സസൈസ് ചെയ്ത ഒരാൾ, ഒരു നയതന്ത്രപരമായ വലിയ ഇടപെടൽ നടത്തിയത് കാണ്ഡഹാറിലാണ്. അങ്ങ് മാത്രമായിരിക്കും ഒരു ടീമായിട്ടായിരിക്കാം ആ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുക. പക്ഷേ അന്ന് കേരളത്തിൻ്റെ ഒരു പുത്രൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ ടോം ജോസിൻ്റെ ഒരു അടയാളം അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അതൊരു പിന്നെ ജനറലായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ടൈം വി ഓൾ വർക്ക്ഡ് ആസ് എ ടീം. അതിനകത്ത് നിന്ന് പല രീതിയിലുള്ള ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻപുട്സിൻ്റെ വെളിച്ചത്തിലാണ് അന്ന് ആ തീരുമാനങ്ങൾ പലതും എടുത്തിരിക്കുന്നത്. അന്നത്തെ ആ ഡിസിഷൻ മേക്കിങ്ങും ആ ഡിസ്കഷൻസിൻ്റെയും ഒരു ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ആ ഡിസിഷൻസിൽ ചിലത് അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് ആണോ അങ്ങനെ പറയേണ്ടത്? അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഡിസിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങളിൽ കളക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് നമ്മളുടെ ഇൻപുട്സും ഉണ്ടാവും, നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി വെൻ എ ഡിസിഷൻ കംസ് ഔട്ട് ഇറ്റ് ഈസ് ദ കളക്റ്റീവ് ഡിസിഷൻ ഓഫ് ദാറ്റ് നേഷൻ. ആ ഒരു രീതിയിലല്ലേ വി ആർ ഓൾ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്ത് പല രീതിയിലുള്ള ഇൻപുട്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് ആയിരിക്കത്തില്ല ഫൈനലി ഔട്ട്പുട്ടായിട്ട് വരുന്നത് വേറെ രീതിയിലായിരിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് എ കളക്റ്റീവ് വിസ്ഡം ഓഫ് സെവറൽ ഏജൻസീസ് ആൻഡ് സെവറൽ ഒഫീഷ്യൽസ് ആൻഡ് സെവറൽ ലീഡേഴ്സ്. അതെ, അതിൻ്റെ ജയപരാജയങ്ങളെല്ലാം നമ്മുടെയും കൂടെ അടയാളപ്പെടുത്തലുണ്ട്. എന്തായാലും ഇതുപോലുള്ള പല കാര്യങ്ങളിലും വിജയിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ലിസ്റ്റിലേക്കാണ് വരുന്നത്. ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരും ഉദ്യോഗസ്ഥരുടെയൊക്കെ എണ്ണം കൂടി വരുന്ന കാലങ്ങളാണ്. മന്ത്രിമാരാകുന്നുണ്ട്, പലരും ജനപ്രതിനിധികളാകുന്നുണ്ട്. ശ്രീ ടോം ജോസിൻ്റെ ഒരു ശരീര രീതികൾ അതിന് പറ്റിയതാണോ? അങ്ങനെ സീരിയസ് ഇതിന് വലിയ സീരിയസ് തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ലെന്നാണ് ഈ രംഗത്തേക്ക് വന്ന ആളുകളുടെ പലരുടെ അനുഭവം. ഐ ഹാവ് സെവറൽ ഫ്രണ്ട്സ് ഹു ആക്ച്വലി എം പിമാരായവരും MLA മാരും മിനിസ്റ്റേഴ്സ് ആയവരുമായിട്ടുള്ള അനവധി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവർക്ക് അതിനുള്ള ഒരു താല്പര്യം, പിന്നെ അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ദാറ്റ് ഒരു ആറ്റിറ്റ്യൂഡിന് ഡിസ്പോസിഷൻ, ഇതെല്ലാം പിന്നെ അതിനുള്ള റൈറ്റ് എൻവയൺമെൻറ്റ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടാവാം. ബട്ട് ഐ ഹാവ് നോട്ട് സീരിയസ്ലി തോട്ട് അബൌട്ട് എനി സച്ച് തിങ്സ്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുത്തുകയും വേണ്ടല്ലോ ഇനി. അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയക്കാരോടൊപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥ പ്രമുഖൻ്റെ ജീവിതകാലം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന IAS പല തട്ടുകളിലിരുന്ന സമയത്തുള്ള ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഒരു വല്ലാത്തൊരു മാജിക്ക് കാണിക്കേണ്ട ഒരിതാണ്. സൈക്കിളിലെ ഒരു യജ്ഞം നടത്തുന്നത് പോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ ഒരു ഘട്ടം ഓർക്കുന്നുണ്ടോ? രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് ഉദ്യോഗസ്ഥ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു ഘട്ടം ഓർക്കുന്നുണ്ടോ? You see, in our system of democracy, political leadership is supreme. കാരണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്, നമ്മളുടെ നടപടികൾ, നമ്മുടെ സിസ്റ്റം അതെല്ലാം ആ രീതിയിലാണ്. അതിനകത്ത് സിവിൽ സർവീസസ് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ആ പോളിസീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസസിൻ്റെ ജോബ് എന്ന് പറയുന്നത് തന്നെ. Now, policy is by and large decided by the party which wins the elections, because അവർക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന മാൻഡേറ്റാണ്. യെസ്, അവരുടെ പ്രപ്പോസ്ഡ് പോളിസീസ്, ഐഡിയാസ് ഞങ്ങൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഭരണം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ ഒരു കോയലീഷൻ ഗ്രൂപ്പിനെ അതിലേക്ക് ആൾക്കാർ, നമ്മുടെ വോട്ടേഴ്സ്, സിറ്റിസൺസാണ് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തുന്നത്. അപ്പം ആ പോളിസീസ് നടപ്പിലാക്കുക എന്നുള്ളത് സിവിൽ സർവീസസിൻ്റെ അവരുടെ ഡ്യൂട്ടിയാണ്.
അത് ക്വസ്റ്റൻ ഈസ് ദാറ്റ് ഇങ്ങനെ പോളിസികൾ നടപ്പിലാക്കുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് കൂടിയാണ് അങ്ങേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങേക്ക് അതൊരു എളുപ്പമായിട്ട് തോന്നി. അതൊരു പ്രത്യേക ഒരു മെയ് വഴക്കമാണോ എന്താണെന്നാണ് ചോദിച്ചത്. ഇതിനകത്ത് ഇഫ് യു ആസ്ക് മീ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനേഷന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കൃത്യമായിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെസ്റ്റർ ബെർണാർഡിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി സാറ്റിസ്ഫൈസിങ്, മറ്റുള്ളവരെ മാക്സിമൈസിങ്. മാനേജറിയൽ തിയറിയിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് അവരെടുക്കുന്നത്. എന്തുമാത്രം ബെനിഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം സെയിൽസ്, മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക്. അഡ്മിനിസ്ട്രേഷനിൽ അങ്ങനെയല്ല. അഡ്മിനിസ്ട്രേഷനിൽ സാറ്റിസ്ഫൈസിങ് ആണ്. അതായത് പല രീതിയിലുള്ള വിഭാഗങ്ങൾ, ആൾക്കാർ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, പ്രഷർ ഗ്രൂപ്പ്സ്, ഏജൻസീസ്, കമ്മ്യൂണിറ്റീസ്, ഇതെല്ലാം കൂടെ ഒത്തുചേരുന്നതാണ് ഒരു നേഷൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പം ഇതൊരു സാറ്റിസ്ഫൈസിങ് ലെവലിലേക്ക് പോകും. ഇതൊരിക്കലും ഒരു മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്നുള്ള ഇതിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം പല കേസുകളിലും ഒപ്പോസിങ് ഫോഴ്സസ് ഉണ്ടായിരിക്കാം. ഒരു ഗ്രൂപ്പിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലായിട്ടൊരു തീരുമാനമെടുത്തു, ഇന്ന സ്ഥലത്ത് ഒരു വേസ്റ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് വേണം. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാം, അതൊരു നല്ല സ്ഥലമാണ്, അനുയോജ്യമാണ്, എൻവയൺമെൻ്റലി ഓക്കെയാണ് എന്നെല്ലാം കണ്ടു കഴിയുമ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാർ പറയും ഇവിടെ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. വി എൻ്റർ ഇൻ ടു എ കോൺഫ്ലിക്റ്റ്. സോ വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷനകത്ത് കുറച്ച് ഗീവ് ആൻഡ് ടേക്ക് എപ്പോഴും വരും. അപ്പം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം. അത് നല്ലതുമാണ്. കാരണം എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഏത് പ്രിവെയിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത് കൂട്ടായിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ട് ദിസ് ഈസ് ദ റൈറ്റ് അപ്രോച്ച് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയന് അതിനകത്ത് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ആ കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അത് സാധിക്കാതെ വരും. അപ്പം എന്നോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ ഒരുപക്ഷെ എനിക്കും കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം വെൻ യു ആസ് യു മച്ചുവർ ഇൻ സർവീസ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്സസ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് യു അക്സെപ്റ്റ് യുവർ റോൾ ആൻഡ് ഡു നോട്ട് ഓവർ സ്റ്റെപ്പ് യുവർ റോൾസ്. സർട്ടൻ കേസസിൽ ചില ഓഫീസേഴ്സ് ഓവർ സ്റ്റെപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു പേഴ്സണൽ കൺവിക്ഷൻ കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഹൗവർ the point to be remembered is that നമ്മളുടെ പേഴ്സണൽ കൺവിക്ഷന് ഉപരിയായിട്ട് ലോസ് ആൻഡ് റൂൾസ് അനുസരിച്ച് there is a collective conviction which we are also supposed to obey. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നന്നാക്കാം എന്നുള്ളതിന് വേണ്ട ഇടപെടലുകൾ നടത്തുക. റൈറ്റ്. അതൊരു പക്ഷേ നന്നായി ചെയ്യുന്ന ഒരാളെന്ന് തോന്നിയത് കൊണ്ടാകാം ഈ പ്രളയ കാലഘട്ടത്തിലും കൊറോണയുടെ കാലഘട്ടത്തിലും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നന്നായി ഈ സർക്കാരുമായി ഒത്ത് വർക്ക് ചെയ്യാൻ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് ശ്രീ ടോം ജോസിന് സാധിച്ചിട്ടുണ്ടാകുക. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ഇംപ്രഷനാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കൃത്യമായി ഉദ്യോഗസ്ഥരെയൊക്കെ ഇടപെടേണ്ട രീതിയിൽ ഇടപെടുകയും കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് നടപ്പിലാക്കുകയും ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ദുരന്തങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെ പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായി ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തോടൊപ്പം ചീഫ് സെക്രട്ടറിയായി അങ്ങ് ഇരുന്നത്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അനുഭവം എങ്ങനെ കാണും? ഐ ഹാഡ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് വിത്ത് CMO ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഹി ഹാസ് ഗോട്ട് എ വെരി ക്ലിയർ വിഷൻ ആൻഡ് ക്ലിയർ ഐഡിയാസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് ടോപ്പ് ഒഫീഷ്യൽസുമായിട്ട് ചർച്ച ചെയ്യും, മിനിസ്റ്റേഴ്സുമായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മളതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് അത് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അത് ഒരു ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
അതുപോലെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നാലേ സാധിക്കത്തുള്ളൂ. കാര്യങ്ങൾ നടക്കണമല്ലോ. ഇപ്പോൾ ചില കേസുകളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാം, പക്ഷേ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് ഓപ്പോസിഷൻ വരും, അതിന് ഒരു പിന്നെ ഓപ്പോസിഷൻ ഫോഴ്സസ് ഉണ്ടാകും, കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാകാം. പക്ഷേ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഏത് ഗവൺമെൻറ്റിനും കഴിയണം. നമ്മുടെ മുഖ്യമന്ത്രി ആ ഒരു കാര്യത്തിലകത്ത് ഹീ ഈസ് എൻ എക്സലൻറ്റ് ലീഡർ, ഹി ഹാസ് ഗോട്ട് എക്സലൻറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് ഐ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ഹിം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സംഗതികളിലും നമ്മൾ ചർച്ച ചെയ്തിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ സി എമ്മിൻ്റെ തീരുമാനം എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, യെസ് ഗോ ഹെഡ്. അങ്ങനെ ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ പിന്നെ ഓഫീസേഴ്സിനോട് മുന്നോട്ട് പോവുക, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള ഈ 2 വർഷം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അത് വളരെ നന്നായിട്ട് പിന്നെ ഒത്തൊരുമിച്ച് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇൻ ഓൾ ദ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ ആൻഡ് ഹി ഓൾസോ ഗേവ് us a lot of ഫ്രീഡം. പിന്നെ ഓരോ രീതിയിലും ആക്ട് ചെയ്യാനായിട്ട് ആ മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ആ നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. മാത്രമല്ല പിന്നെ സി എം എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യുന്നതിൽ താല്പര്യമുള്ളതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വിളിക്കും, ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കണം. കാരണം നമ്മളിങ്ങനെ തീരുമാനമെടുത്തു, പക്ഷേ ഫീൽഡിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്, ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കി കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. അപ്പം നമ്മൾ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട് ഓരോ തവണയും ഫീഡ്ബാക്ക് സിസ്റ്റത്തിനകത്ത് ഫീഡ്ബാക്ക് നമ്മൾ നോക്കിയിട്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് പിന്നെ മിഡ് കോഴ്സ് കറക്ഷന് സാധിക്കും. അത് സി എമ്മിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ആ ഫീഡ്ബാക്ക് എന്താണെന്ന് നോക്കിയിട്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് സി എം എടുത്തിരുന്നത്. ആ അപ്രോച്ച് കൊണ്ട് തന്നെ വലിയ വിജയമുണ്ടായി. ഈ ഫ്ലഡ്സിൻ്റെ കാലത്ത് വി വർ ഏബിൾ ടു കൗണ്ടർ നമ്മൾ മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിച്ചു. അത് ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ഉണ്ടായി. ഇപ്പോൾ കൊറോണയുടെ കേസിൽ നമ്മൾ മെഷേഴ്സ് എടുത്തു. നമ്മളെടുത്ത മെഷേഴ്സിനെ എഗെയിൻ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അതിനെ സംബന്ധിച്ച് പിന്നെ വളരെയധികം നന്നായിട്ട് അപ്രിസിയേഷൻ ഉണ്ടായി. അപ്പോൾ അതെല്ലാം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പിന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് ഐ ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് ടൈം വർക്കിംഗ് വിത്ത് ഹിം. ഒരുപക്ഷെ അങ്ങനെ ശ്രീ പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് കൃത്യമായി പ്രവർത്തിക്കുകയും ഈ കാലഘട്ടത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ചെയ്തു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്നുള്ള നിലയ്ക്ക്, ഉദ്യോഗസ്ഥ പ്രമുഖൻ്റെ കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. അത് ശ്രീ പിണറായി വിജയനെയോ ആ സർക്കാരിനെയോ ഇഷ്ടപ്പെടാത്തവരുടെ ബാഡ് ബുക്കിൽ വരുന്ന ഒരു പേരെന്നുള്ളതാണ്. അത് പേടിച്ചിരുന്നോ, അല്ലെങ്കിൽ പേടിക്കുന്നുണ്ടോ? You see, I am a professional. It is an occupational hazard. എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഈ പല ജോലികളിലിരിക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷനിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലേറ്ററി ജോബ്സ് ഒത്തിരി അനവധി ഹാൻഡിൽ ചെയ്യാറുണ്ട്. റെഗുലേറ്ററി ജോബ്സിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ആൻഡ് എവറി ഡിസിഷൻ ഹാസ് എ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ഡയമെൻഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും ആ തീരുമാനത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ഞാനതുകൊണ്ടാണ് സാറ്റിസ്ഫൈസിങ് എന്നുള്ള ആ തിയറിയിലേക്ക് പറയുന്നത്. പക്ഷേ ഒരു വിഭാഗത്തിന് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇസ് എ വേ ലൈഫ് ഈസ്. അത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങയുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് ഇരുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഡോക്ടർ വിശ്വാസ് മേത്തയാണ്. അദ്ദേഹത്തെ എങ്ങനെ, അങ്ങേക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം ആദ്യം ചോദിക്കാം.
He's a wonderful person. He's focused on issues he wants to deliver, and he's a very capable person. And I'm sure that he will be able to deliver. And he has handled കേരളത്തിലെ സ്റ്റേറ്റിൽ പല സെക്ടറുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ സബ് കളക്ടറായിരുന്നു, കളക്ടറായിരുന്നു. പല ഏരിയാസിലും വളരെയധികം മികവ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഐ എം ഷുവർ ഹി വിൽ സക്സീഡ്. പക്ഷേ അദ്ദേഹത്തിനൊരു ഉപദേശം അങ്ങ് കൊടുക്കുകയാണെങ്കിൽ, അങ്ങിരുന്ന കസേരയിലാണ് ഇന്ന് തൊട്ട് അദ്ദേഹം ഇരിക്കുന്നത്, ഇപ്പോൾ തൊട്ട് അദ്ദേഹം അതിലാണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അങ്ങേക്ക് ഒരു കാര്യം ഉപദേശിക്കാൻ സാധിക്കും, ഞാൻ ഇരുന്ന കസേരയ്ക്ക് ഇന്ന ഗുണമുണ്ട് അല്ലെങ്കിൽ ഇന്ന ദോഷമുണ്ട് എന്നുള്ളത്. ഐ തിങ്ക് ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് ഇയേഴ്സ് സ്പെൻഡ് ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്നേഹം ഉണ്ടാകും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ എം കേപ്പബിൾ ഓഫ് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാനായിട്ട്. ഐ തിങ്ക് ദാറ്റ് ഈച്ച് പേഴ്സൺ ഹാസ് ടു ഫൈൻഡ് ഹിസ് ഓൺ വേ, ഹിസ് ഓൺ പാത്ത്. അത് നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പാത്സ് ചാർട്ട് ഔട്ട് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മീഡിയയുമായിട്ടുള്ള ബന്ധം ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ശ്രീ ടോം ജോസിൻ്റേത്? ഒരു കോൺട്രവേഴ്സികളെ ഭയപ്പെട്ടിരുന്നോ? മീഡിയയെ ഭയപ്പെട്ടിരുന്നോ? മീഡിയ എല്ലാവരും ഭയപ്പെടുന്നതല്ലോ. അല്ല, അത് പൊതുസമൂഹത്തിനെ ഭയപ്പെടുന്നു എന്നുള്ള കൂട്ടത്തിൽ മീഡിയയെ ഭയപ്പെടണം. അത് എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടതാണ്. മീഡിയ പേഴ്സൺസ് ഉൾപ്പെടെ മീഡിയയെ ഭയപ്പെടണം. പക്ഷേ അതേസമയം കോൺട്രവേഴ്സികൾ മീഡിയ അതിനെ ഒരു ഓവറായി അതിൻ്റെ ഇടപെടലിനെ കണ്ടിരുന്നോ ഈ കാലഘട്ടങ്ങളിൽ? ഞാനൊക്കെ സർവീസിൽ കയറുന്ന കാലത്ത് അന്ന് ഉള്ളതിനേക്കാളും വളരെയധികം മീഡിയയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസസ് വന്നിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് വെൻ ഐ എൻറ്റഡ് 84 സർവീസിൽ കയറുമ്പോൾ ദർ ഈസ് നോ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. ടെലിവിഷൻ ഇറ്റ്സെൽഫ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീടുകളിലേ ഉള്ളൂ. The kind of news channels, 24/7 news channels which you have today, especially in Kerala, is just not there. അപ്പം നമ്മളുടെ ആ സമയത്തെ മീഡിയയുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനും പിന്നീട് വരുന്ന ഒരു ഇൻറ്ററാക്ഷനും ഓവർ എ പീരീഡ് ഓഫ് ടൈം വി ഹാവ് ഇവോൾവ് വിത്ത് ഇറ്റ്, ദ മീഡിയ ഹാസ് ഇവോൾവ് വിത്ത് അസ്. അത് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അപ്പം ഒരു 3.5 ഡെക്കേഡ്സ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു രീതി പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീഡിയ സ്ക്രൂട്ടിനി ഓൺ എനിത്തിങ് ദാറ്റ് വി ഡു, ഇറ്റ് ഈസ് അറ്റ് എ വെരി ഹൈ ലെവൽ. Earlier it wasn't like that. Print media മാത്രമേ ഉള്ളൂ, അതിനകത്തും ലിമിറ്റഡ് സ്പേസ്, ലിമിറ്റഡ് ടൈം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ സിറ്റുവേഷൻ. അപ്പോൾ ഈ മീഡിയ സ്ക്രൂട്ടിനി വളരെയധികം വരുന്നത് കൊണ്ട് സംടൈംസ് പീപ്പിൾ കെയർഫുള്ളായി ഷൈ അവേ ഫ്രം ടേക്കിംഗ് എ ഡിസിഷൻ. They are also careful because they don't know how this is going to be interpreted. And what happens is that a lot of people tend to believe what is told to them first. ആദ്യമായിട്ട് പറയുന്ന വാക്കുകളാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് യു ഷുഡ് ബി നോൺ ജഡ്ജ്മെൻ്റൽ ബിക്കോസ് എവറി ഇഷ്യൂ ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്, അറ്റ്ലീസ്റ്റ് 2 ഡയമെൻഷൻസ് ഉണ്ട്. അപ്പം മറ്റാ സെക്കൻഡ് പെർസ്പെക്റ്റീവ്, ഓൾട്ട് പെർസ്പെക്റ്റീവ് എന്താണെന്ന് കൂടെ നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പല കേസിലത് ഉണ്ടാവത്തില്ല. അവിടെയാണ് ഈ കോൺട്രവേഴ്സീസ് പലപ്പോഴും വരുന്നത്. കോട്ടിട്ട ജഡ്ജിമാരാകുന്നു എന്നുള്ളതാണ് മീഡിയയ്ക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നൊരു ചീത്തപ്പേര്. എന്താ ഓക്കെ, നമുക്ക് കുറച്ച് രസകരമായിട്ട് ഇങ്ങനെ പോയി ഒന്ന് അവസാനിപ്പിക്കുന്ന സമയത്ത് ഫാമിലിയെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരും ഇത് കാണുന്നുണ്ടാവും, വീണ്ടും അവരിലേക്ക് പോകുന്നു, കുറച്ച് സമയത്തെങ്കിലും ഉണ്ടാവുമെന്ന് അങ്ങ് ആദ്യം അറിയിച്ചതുകൊണ്ട്. ഐ ഹാവ് മൈ വൈഫ് ഈസ്, ഞങ്ങൾ രണ്ടുപേരെ ഇപ്പോൾ ഉള്ളത്. മൈ സൺ ഈസ് സ്റ്റഡിയിങ്. He just graduated from Case Western University. In fact, we were supposed to go for his graduation, പക്ഷേ കൊറോണ മുഖാന്തരം അത് സാധിച്ചില്ല. ഇപ്പോഴും അവിടെ തന്നെയാണ്. ഈസ് ഇൻ US now. അപ്പം ഈ മെയ് 17 ഒരു വെർച്വൽ ഗ്രാജുവേഷന് ടെലിവിഷനിൽ കൂടെ നടത്തി. അപ്പോൾ ഇനിയിപ്പം റിയൽ ആയിട്ടുള്ള ഗ്രാജുവേഷൻ സെറമണി
അവരുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു 2 മാസം കഴിഞ്ഞിട്ട് കൊറോണ വൈറസിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ പ്രശ്നങ്ങൾ വന്ന് ഒതുങ്ങിയതിന് ശേഷം ചെയ്യാം എന്നുള്ളതാണ്. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഇനി ശരിക്കുള്ള ഗ്രാജുവേഷൻ്റെ സെറമണിയുടെ സമയത്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മൈ പേരൻസ് രണ്ടുപേരും ബോത്ത് ആർ എ ലൈഫ്. ദേ ആർ ഇൻ പാലയിലാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. മൈ ഫാദർ യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിട്ടയർഡ് ആസ് DGM ഇവിടെ നിന്ന്. ആഫ്റ്റർ ദാറ്റ് ഹി ഹാസ് ടേക്കൺ അപ്പ് ഓർഗാനിക് ഫാമിങ്. അതുപോലെയുള്ള സംഗതികൾ, പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുക എന്നുള്ള ഒരു ഹോബിയിലേക്ക് പോയിരിക്കുകയാണ്. വിശ്രമം ഇല്ലാതിരിക്കാൻ ശപിക്കുകയല്ല, അങ്ങയുടെ പ്രവർത്തന പരിചയം ഉപയോഗപ്പെടുത്താൻ, തുടർന്നും നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. ശ്രീ ടോം ജോസിന് ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് പിരിഞ്ഞ് മുന്നോട്ടുള്ള വലിയ ജോലികളിലേക്ക് പോകുന്ന ശ്രീ ടോം ജോസിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നന്ദി. Thank you very much. It was a pleasure interacting with you. I really enjoyed our little conversation. Thank you so much. Thank you. Thank you.